പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാനയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അധ്യാപകൻ. നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അധ്യാപകൻ സുജിത്ത് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. ബൈക്കിനടുത്തേക്ക് ആന ഓടിയെത്തിയതോടെ സുജിത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എപ്പോഴാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്? ദിവ്യത്, കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഇപ്പോഴാണ് ദൃശ്യങ്ങൾ പുറത്ത് വരുന്നത്. ഈ നെല്ലിയാമ്പതി ചുരത്തിൽ വെച്ചാണ് ഈ അധ്യാപകന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. ഈ നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് അദ്ദേഹം ബൈക്കിൽ വരുന്ന സമയത്താണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഈ അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. നെല്ലിയാമ്പതി ചുരത്തിൽ ഈ ആനയും ആനക്കുട്ടികളും നിരന്തരമായി ഇരുചക്ര വാഹനങ്ങളെ ആക്രമിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ്. സാജിദ്, ഇത് ആ വഴി വന്ന മറ്റ് യാത്രക്കാരാണോ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? കാറിലുള്ള മറ്റ് യാത്രക്കാരാണ്, എതിർവശത്തുള്ള യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും അധ്യാപകൻ അപകടമൊന്നും പെടാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇത് ആ വഴിയിൽ സ്ഥിരമാണോ ഈ കാട്ടാന ശല്യം, സാജിദ്? കാട്ടാന ശല്യം സ്ഥിരമാണ്. നേരത്തെ ഒരു കുട്ടിയാന ആയിരുന്നു ഈ കുറുമ്പ് എന്നെല്ലാമാണ് അവിടെയുള്ള ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. ഈ അമ്മയാനയും കുട്ടിയാനയും, അമ്മയാന സ്വസ്ഥമായി റോഡരികിൽ നിൽക്കുമ്പോഴും കുട്ടിയാന ഇരുചക്ര വാഹനങ്ങൾക്ക് ഒപ്പം ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോ ഏതാണ്ട് ഈ പൂർണ്ണ വളർച്ച എത്താത്ത ഒരു ആന തന്നെയാണ് ഈ നിരന്തരം ഈ ബൈക്കുകൾക്ക് പിന്തുടരുകയും ആളുകളെ ഭയപ്പെടുത്തി ഓടിപ്പിക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്യുന്നത്. പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് കാട്ടാനയുടെ ആക്രമണ ശ്രമം. കാട്ടാനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഒരു അധ്യാപകൻ രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.